ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. സ്കൂൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാനും കൊടുക്കാനും പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് തന്നെ ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റാഗി പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് റാഗി പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് റാഗിപ്പൊടിക്ക് നമ്മൾ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തരികളുള്ള റാഗിപ്പൊടി ആണെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കലക്കി എടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ട് നമുക്ക് കുറുക്കിയെടുത്താൽ മതി. ഇത് തരികൾ ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അരിച്ചെടുക്കാത്തത്. ഇനി നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുട്ടികൾക്കാണ് എങ്കിൽ കുട്ടികൾക്കൊക്കെ കുറച്ചധികം മധുരം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. പൊതുവെ കുട്ടികളെല്ലാം മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് തന്നെ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ കൈ വിടാതെ തന്നെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കൈ എടുത്താൽ അത് പെട്ടെന്ന് അത് കട്ടുകുത്തും. അതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ റാഗിയെല്ലാം നല്ലപോലെ ഒന്ന് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കളറെല്ലാം നല്ലപോലെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറുക്കെല്ലാം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാലാണ് നമ്മൾ റാഗി എടുത്തിട്ടുള്ള ആ കപ്പ് കൊണ്ട് 2 കപ്പ് തേങ്ങാപ്പാൽ അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ തന്നെ ചേർക്കണം എന്നില്ല, പാലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പക്ഷേ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് നമ്മുടെ പുഡിങ്ങിന് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അതുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 2 സ്പൂണ് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ കുറുക്ക് പരുവം, നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കില്ലേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്, അതുപോലെ കുറുക്കിൻ്റെ പരുവം ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട്, ഒരുപാട് ഐറ്റംസിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. വെറും റാഗി പൊടിയും തേങ്ങാപ്പാലും മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആ പാത്രത്തിലേക്ക് നെയ്യൊന്ന് തേച്ച് കൊടുക്കാം. ഞാൻ നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്കത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നെയ്യ് തേച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു റാഗി പുഡിങ്ങാണ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ തന്നെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. റാഗി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നത് ഇതുപോലെ കട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, സൈഡെല്ലാം നല്ലതുപോലെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ നെയ്യ് തേച്ച് കൊടുത്തത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് വിട്ട് വരും. മാത്രമല്ല റാഗി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നത് വിട്ട് വരികയും ചെയ്യും. കണ്ടില്ലേ, നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്, വളരെ സോഫ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റിയുമാണ്, സോഫ്റ്റുമാണ്. ഇനി അത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാഷ്യൂ നട്ടാണ്, ഞാനത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതുകൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുഡിംഗ് കഴിക്കുന്ന സമയത്ത് കാഷ്യൂ നട്ടും കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് കഴിക്കുക. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നമ്മുടെ റാഗി പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുട്ടികൾക്ക് നിങ്ങൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പുഡിംഗ് ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. മാത്രമല്ല അവരൊരുപാട് ഹെൽത്തി ആയിട്ടും ഇരിക്കട്ടെ. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും സ്നേഹത്തോടെ ബൈ.